നമ്മുടെ ഭക്ഷണം എതിരിക്കുകയാണ്. മഹിള പ്രാർത്ഥനയോടെ ഫലങ്ങളെയും കിളികളെയും സംരക്ഷിക്കുകയും ഭൂമിയുടെ ഫലത്തിൽ നിന്ന് അപ്പവും ചോറും ഉണ്ടാക്കുകയും ചെയ്യുന്നവനും പ്രപഞ്ചരാജാവും സായിരിച്ച ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഞങ്ങളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കുമായി വിശിഷ്ടങ്ങളായ വിഭവങ്ങൾ സജ്ജമാക്കിയിരിക്കുന്ന നിശ്ചയങ്ങൾ ആരാധിക്കുന്നു. നിലങ്കീകൾ നന്ദി പറയുന്നു. ശീതളരായ ജനാവധിയും അഴിമൂർത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ സംതൃപ്തരാക്കിയ സിഹാകർത്താവെ, നിന്റെ മുൻപിൽ നിൽക്കുന്ന ദാസരെ കൈയോടെ പ്രകാശിക്കണമേ. ഞങ്ങളെ പോഷിപ്പിക്കുന്നതിനായി നിരന്തരം അധ്വാനിക്കുന്നവരുടെയും സൗഖ്യമായി നിഗ്രഹിക്കണമേ. ദയരായിരിക്കുന്ന ഉഷ്ണനാഥനെ ആശ്രമിച്ച് അനുഗ്രഹിക്കണമേ. സ്തുതിയും ബഹുമാനവും ഹൃദയനാഥനെയും സമർപ്പിക്കുന്നു. എപ്പോഴും എന്നേക്കും. ഈശ്വരശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പിതാവേ, ബഹുമാനപ്പെട്ട മോഹനച്ച സിദ്ധാർത്ഥി സാറ്, ബഹുമാനപ്പെട്ട വൈദികര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാര്, സഹോദരി സഹോദരന്മാര്, വാത്സല്യമുള്ള പ്രിയ മക്കളെ, വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മള് ടീച്ചേഴ്സ് ഡേയും ആഘോഷിക്കുകയാണ്. ഗുരുക്കന്മാരെ എല്ലാവരെയും ഇന്ന് പ്രത്യേകം ഓർക്കുന്ന ദിവസമാണ്. വിശുദ്ധ മദർ തെരേസ തീർച്ചയായിട്ടും കരുണയുടെ മുഖം, ദൈവത്തിന്റെ കരുണയുടെ മുഖം ലോകത്തിന് മുമ്പിലെ പ്രകാശോദിതമാക്കിയ വലിയ മഹത് വ്യക്തിയായി. അതുകൊണ്ട് തന്നെയാണ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ മദർ തെരേസ വിശുദ്ധയായിരുന്നു. ഇന്ന് നമ്മുടെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ അലോകമാത കെയർ സെന്ററും നമ്മുടെ തിരുവനന്തപുരം പുറമേയില് മാതൃവേദി കുതിർവേദിയില് അംഗങ്ങളും ഒന്നിച്ചേർന്ന് സംയുക്തമായിട്ട് 40 പരം ഓർഫനേജുകളും അതുപോലെ മെഡിക്കൽ കോളേജ്, RCC, താലൂക്ക് ആശുപത്രി, അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇന്ന് ഓണസദ്യ നൽകുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ ഒത്തിരിയേറെ അധ്വാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നേതൃത്വം നൽകുന്നതെല്ലാം ബഹുമാനപ്പെട്ട മോഹനച്ചനാണ്. ഇന്നലെ രാവിലെ 9 മണി മുതൽ ഇതിനു വേണ്ടിയുള്ള അവസാനഘട്ട പരിപാടികളിലൂടെ കടന്നു പോവുകയാണ്. ഇന്നലെ 9 മണിക്ക് ഈ ഒരു സദ്യക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ വലിയ ഒരു അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. ബഹുമാനപ്പെട്ട മോഹനച്ചന്റെ നേതൃത്വ പാഠവും അതോടൊപ്പം തന്നെ ഒരു കരുണയുടെ മുഖം മദർ തെരേസയ്ക്കുള്ളത് തന്നെ മോഹനച്ചനും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ അച്ഛനെ പ്രേരിപ്പിക്കുക. തീർച്ചയായിട്ടും അതോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച മാതൃവേദി പിതൃവേദിയിലെ പ്രബല ഭാരവാഹികൾ, നമ്മുടെ 20 യൂണിറ്റുകളുടെയും ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ഇന്നലെ കാണുവാൻ സാധിച്ച വെള്ളിയാഴ്ച ചങ്ങനാശ്ശേരി വരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നമ്മുടെ തിരുവനന്തപുരം പുറമേലെ എല്ലാ ഗവൺമെന്റിലെയും സിസ്റ്റേഴ്സ് രാത്രി മുഴുവൻ ഇവിടെയായിരുന്ന ഈ ഒരു വലിയ ക്രമത്തിൽ പങ്കുചേരുക. നമുക്ക് എല്ലാവരെയും നന്ദിയോട് കൊടുക്കുന്നു. പ്രത്യേകിച്ച് അഭിന്റെ പിതാവ് ഇന്നിവിടെ ആയിരിക്കുന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അഭിന്റെ പിതാവ് നമ്മുടെ കഴിഞ്ഞ 17 വർഷം നമ്മുടെ അതിലൂടെ നയിച്ചു. അഭിന്റെ പിതാവിനെ കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ സംഗ്രഹിച്ചാൽ ഞാൻ പറയും, പാവങ്ങളുടെ പിതാവ്. നമ്മുടെ കാവുകാട്ട് പിതാവ് അറിയപ്പെടുന്നത് പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടെങ്കിൽ
അതിനുശേഷം ഇനിയും അറിയപ്പെടുന്ന ഒരു പിതാവ് പെരുന്തോട്ട പിതാവ് തന്നെയായിരിക്കും പാവങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കാരണം അത്രമാത്രം പാവങ്ങളുടെ പ്രത്യേക കരുണയുണ്ട്. അത് കുട്ടനാട്ടിലെ ജനതയാലും കിഴക്കനാട് ജനതയാലും തെക്കൻ മേഖല ജനതയാലും എവിടെയെല്ലാം പാവങ്ങളുണ്ടോ അല്ലെങ്കിൽ എവിടെയെല്ലാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുന്നു. ഇവിടെ ലൂർദ് മാതാ കെയർ ഇന്നിവിടെ ഏറ്റവും സജ്ജമായി പ്രവർത്തിക്കുന്നെങ്കിൽ അതിന്റെ പുറകില് പ്രേരക ശക്തിയും പ്രവർത്തന ശക്തിയും ഒക്കെ അഭിനയ പിതാവായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന അവസരങ്ങളൊക്കെ ഇവിടെ വരികയും ക്യാൻസർ രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സുന്ദരമായ കാഴ്ചകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അഭിനയ പിതാവ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഈ ഒരു കാര്യത്തിൽ മാത്രമായി ചങ്ങനാശ്ശേരിയുടെ ഓടിയെത്തുവാൻ ഇടയായത്. അഭിനയ പിതാവിനെ നമുക്ക് നന്ദി ഓർക്കാം. ഏറെ സ്നേഹത്തോടെ അഭിനയ പിതാവിനെയും ഈ നാടിനായിരിക്കും നമ്മുടെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ ഈ സമീപ പ്രദേശങ്ങളെയും എല്ലാ വൈദികരെയും അതോടൊപ്പം തന്നെ ഈ ഓരോ കാര്യങ്ങൾ ഒത്തിരി ശ്രദ്ധ ചെലുത്തുന്ന നമ്മുടെ ദുർമാതാക്കൾ എല്ലാ ബോർഡ് മെമ്പേഴ്സിനെയും ശ്രീമാതസ്ഥാനെയും എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ദേവജനത്തെയും എല്ലാവരും ഒന്നും ചേർന്നാണ് ഇത് ഒരുക്കിയത്. മാതൃകൃതി മാത്രമല്ല, ഒത്തിരിയേറെ ആൾക്കാരുടെ വലിയ ഒരു അധ്വാനത്തിന് ഫലം സാമ്പത്തികവും എല്ലാം ഇതിന് പുറത്തുള്ള എല്ലാവരെയും അതിനെ ഓർത്തുകൊണ്ട് അഭിനയ പിതാവിനെയും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭിനയ പിതാവ് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ വിവിധ പരിപാടികളിലേക്ക് നമുക്ക് തിരികെ വേദോത്സവത്തിലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഓർമ്മയിൽ വരിക. ഈശോ ജനക്കൂട്ടങ്ങളെ കണ്ട് അറിവ് കൊടുത്തു. ഈശോ എടുക്കാനായിരുന്നു. ഈശോയുടെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി അവരെ കാത്തിരുന്നു. അതേ മണിക്കൂറുകൾ ഈശോയെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ശരിയായി രാത്രിയാകുന്നു. അവരുടെ അവസ്ഥ കണ്ട് അറിവ് തോന്നിയ ഈശോ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ശിശുമാരോട് പറഞ്ഞു. ആ സംഭവം ഉണ്ടാകുന്ന നമുക്കറിയാം. അവിടെ പോലെ 5 2 മീനുണ്ടായിരുന്നു. ആ പോലെ അവർക്ക് അവിടെ 10,000 ആൾക്കാർ ശിശുമാർ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. അപ്പോൾ കയ്യിലുള്ള പോലെ 5 2 മീൻ ഈശോ അത് വിടുവാൻ കഴിഞ്ഞു. ആസ്വദിച്ച് അവരെ കൊടുത്തു. കുളിപ്പി കൊടുക്കുക. അവര് 5000 ഉണ്ടായിരുന്ന കൂട്ടത്തെ കൂട്ടി പാട്ടി മിച്ചം നൽകിച്ചതായിട്ടാണ് അവരെ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ വസിക്കുന്നു. ഇപ്പോൾ ഏതാനും കണക്കനുസരിച്ച് 600-700 കോടിയോളം ആണ് ജനസംഖ്യ ലോകത്തിൽ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 160 കോടിയോളം ഉണ്ടായിരുന്നു ജനസംഖ്യ. അതുപോലെ തന്നെ മനുഷ്യർ മാത്രമല്ല, മറ്റ് മൃഗങ്ങളെ, പക്ഷികളെ, മത്സ്യങ്ങളെ എല്ലാം ലോകത്തിൽ വ്യാപരിക്കുന്നു. ഇവർക്കെല്ലാം ദൈവം ഭീതിപ്പെട്ടത് എത്രയോ വർഷങ്ങളായി, പക്ഷേ കോടാനുകൂടി വർഷങ്ങളായി. പക്ഷേ ഭൂമിയിൽ ആ നിക്ഷേപം ഇനിയും കുറഞ്ഞു പോയിട്ടില്ല. ഇന്ന് നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വിളമ്പിയാലും തീർന്നുപോകാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ ദൈവം ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അത് വിളമ്പിക്കൊടുക്കാൻ നമ്മളെ എത്തിച്ചിരിക്കുക. കർത്താവ് ആസ്വദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയെ ആസ്വദിച്ചിരിക്കുന്നു. സകല ജീവിതാലയങ്ങൾക്കും ആവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങൾ അവിടുന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷെ വിളമ്പിക്കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ശിഷ്യന്മാരെ വിളമ്പിക്കൊടുക്കാനാണ് അങ്ങനെ വിളമ്പുകാരാണ് എല്ലാവരും. അത് ആർക്കും കൊടുക്കാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് തിന്മ. അതുകൊണ്ട് നമുക്ക് ദൈവം സമാഹരിച്ചിരിക്കുന്ന ഈ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ അവിടെ ശേഖരിച്ച് ഇപ്പോൾ വിളമ്പി കൊടുക്കുകയാണ്. ഇവിടെ അതിശോധിച്ചുപോലെ 6,000 ചിലവിലും എല്ലാ ആളുകളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളിപ്പോൾ വിളമ്പി കൊടുത്ത് അവരുടെ വിശപ്രവർത്തനം ശ്രമിക്കുക.
ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കത്ത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ എതിർപ്പുകാരായിരുന്നു എല്ലാവർക്കും വിശക്കുന്നവർ പ്രശ്നമില്ല, നാളെയും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള കർത്താവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗുണങ്ങൾ നടത്താൻ ഇത് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ലോകമാതാക്കിയ ഗവൺമെൻറ്റിനെയും വ്യക്തികളെയും ഈ സഭയിൽ ധാരാളം പേര് നല്ല മനുഷ്യരുടെയും നാമ്പുകാർ ധാരാളം പേരുകളുണ്ട്. എല്ലാവരെയും ഈ വൈകിലേക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും നല്ല നല്ല വിളമ്പുകാരൻ നിലയിൽ സ്വന്തമായി സൂക്ഷിക്കാതെ കിട്ടുന്ന എല്ലാ ആവശ്യക്കാരും വിളമ്പി കുറയ്ക്കുവാനുള്ള സമർത്ഥതയില്ല. സന്മനസ്സുള്ള നല്ല വിളമ്പുകാരൻ നിലയിൽ ഞാൻ സമർപ്പിക്കണമെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശീർവാദങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നില്ല. മത്തായി സംരക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ പ്രവാസവും എല്ലാവരുടെയും ഉണ്ടായിരുന്ന എപ്പോഴും പ്രതിനിധിയുടെ സംയുക്തമായ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ പ്രതിനിധിയുടെ ഫാമിലി അബോസ് ഡാൻസിന് ഒരു വാക്ക് ആശംസിക്കുന്നു. സൂചിപ്പിച്ചു വിളമ്പുകാരാണ് ദൈവത്തിന്റെ കരുണയുടെ വിളമ്പുകാരൻ. ഒരു പാട്ട് ശ്രദ്ധിച്ചപ്പോൾ ഇതുപോലെയുള്ള വലിയ മനോഹരമായ ഒരു കെട്ടിടത്തിന്റെ 4 വശങ്ങളിൽ നിന്ന് ആളുകൾ വലിയ സ്വരത്തിൽ പാടുന്ന ഒരു പാട്ട് ഞാൻ കേട്ടു. സോദരങ്ങൾ കണ്ണീരൊപ്പാൻ നിന്റെ കൈകൾ ഉയർത്തുന്ന നേരം കരുണയുള്ളവൻ ഈശോനാഥൻ നിൻ കണ്ണീരൊപ്പം. ബഹുമാനപ്പെട്ട മോഹനച്ചനും മാധവേരി പിതൃവേദിയും അതുപോലെ ധാരാളം സഹകാരികളും ഒത്തുചേർന്ന് നടത്തുന്ന ഈ സംരംഭം ദൈവകരുണയുടെ ആഘോഷമാണ്. അതിന്റെ വിളംബരമാണ് നടക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യം നമ്മളെ അനുസരിപ്പിക്കുന്നുണ്ട്. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് എന്നാണ്. അത് വളരെ ഔദാര്യത്തോടെ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വർഷത്തെ മാതൃവേദിയുടെയും പിതൃവേദിയുടെയും മാതൃരേഖ വിഷയം കരുണയും കരുതലുമെന്നാണ്. ഈ തിരുവനന്തപുരം കൊറോണ സമിതി അതിനോട് കാണിക്കുന്ന അതിനോട് കൊടുക്കുന്ന രീതിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്ദി. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സിനിമാഫിസാർക്ക് ആശംസ. പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, മാതൃവേദി പിതൃവേദി പ്രവർത്തകരെ, മാതാ കേരളീയ പ്രദേശവാസികളെ, ഇന്ന് പാവങ്ങളുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മദർ തെരേസ എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വേദനിക്കുന്നിടം വരെ കൊടുക്കണം. സമൃദ്ധിയിൽ നിന്ന് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. സമൃദ്ധിയിൽ നിന്നല്ലാതെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് നമുക്ക് ലോകത്തിന് തന്ന അമ്മയുടെ ഈ തിരുനാൾ ദിനത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ പാവങ്ങൾക്ക് വേണ്ടി ഒരു സ്നേഹവിരുന്നൊരുക്കാൻ മുൻകൈയെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കുറച്ച് പേർക്ക് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന പിതാവെ വയനാട് കാസർഗോഡ് ഭാഗം മുതൽ ഈ ഒരു ദിവസം അറിഞ്ഞുകൊണ്ട് ഓടി വന്നവരുണ്ട്. അവർ വരാനായിട്ടുള്ള കാരണം അവർക്ക് അറിയുന്നു, എനിക്കറിയില്ല. അതിൻ്റെ അത് സ്വന്തം മക്കൾ മരണപ്പെട്ടവരുടെ താമസിച്ചു വരാൻ കഴിഞ്ഞിട്ട് ജീവിതം വളരെ കഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷെ അവരൊക്കെ ഇവിടെ കൂടെ വന്നിരിക്കുകയാണ്. ഒരു രൂപ ആഗ്രഹിക്കാം. ഞാൻ അവരെ ഒന്ന് വിളിക്കുകയാണ്. പിതാവ് അവർക്കൊരു ചെറിയ സമ്മാനം കൊടുക്കണം. അതൊന്ന് പെട്ടെന്ന് ഞാൻ വിളിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സുജേട്ടൻ ഇവിടെയുണ്ട്. വരണമെന്നുണ്ടെങ്കിൽ അവിടെ വരണം. ജെയ്സൺ, സുനില്, മനോജ്. തന്റെ ജീവിത പങ്കാളി മരണപ്പെട്ടിട്ട് 15 മാസം പൂർത്തിയായ ദിവസമാണ്. എന്നിട്ടും നാട്ടിൽ പാലക്കാട് തിരയായിട്ട് തന്റെ മകൻ മരണമടഞ്ഞിട്ട് 2 മാസം പോലും ആയില്ല. അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പോലും പേടിയായിരുന്നു. പക്ഷെ അതിന്റെ ഓടി വന്ന ജസ്റ്റിൽ നിന്ന് മകനും വിട്ടുവരിച്ചിട്ട് 2 മാസം രക്ഷിച്ചു പോലും വന്നില്ല. ഇതിന്റെ ഓടി വന്ന ജസ്റ്റിന്റെ അച്ഛൻ ബെനിച്ചൻ, എല്ലാം കുറേ മക്കളുടെ വളരെ ദിവസങ്ങളാണ്. അതിന്റെ മകള് 22ാമത്തെ വയസ്സില് അവളിവിടെ 1.5 വർഷത്തോടുണ്ടായിരുന്നു. അതിന്റെ അവൾ മരിച്ചു. എന്നിട്ടും തന്റെ മകൾ താമസിച്ച ശുശ്രൂഷകളെ വിജയിച്ചിട്ട് തന്റെ കുഞ്ഞിന് ഇവിടെ വന്ന് സുഖപ്പെട്ടിട്ട് നന്ദിയോടെ ഇവിടെ കൂടിയെത്തിയ അഭിലാഷൻ തന്റെ മകളെ എല്ലാം 22ാമത്തെ വയസ്സിൽ മരണമടഞ്ഞിട്ടും ഈ വീടിന് ഒത്തിരി സ്നേഹിച്ച അവൾ അവസാന ദിവസത്തിലൂടെ അവരുടെ വീട് ആഗ്രഹിച്ച് വന്നത്. പിന്നീട് 40 ദിവസം അവൾ വീട്ടിലെ പൂർണ്ണമായ കഠിനമായ വേദനയുടെ നടുവിലായിരുന്നു. ആ മകളുടെ കപടത്തിൽ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോയി അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ അവിടെ നിന്ന് ഓടിയ റജി, പുൽപ്പള്ളിയിൽ ഓടി വന്ന റജി തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. നാഷണൽ വോളിബോൾ ഇതിലുള്ള സെലക്ഷനുള്ള മോളാണ്. മോളിവിടെ രോഗാർത്ഥിനെ പഠിച്ചു. അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് പഠിക്കുന്നതിന് മുമ്പ് ദിവ്യകാരണ സമിതിയിൽ പോയി കുറേ കഴിക്കണം അതായിരുന്നു അവരുടെ ആഗ്രഹം. വർഷങ്ങളായിട്ട് ഇവിടെ ഒത്തിരിയേറെ ദിവസങ്ങൾ ഈ ദിവസങ്ങളിലൂടെ ഓടിയെത്തിയ സുജിത്ത്, മോഹൻ സായൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണേട്ട്, പെരിസിന്റെ മകനായിട്ട് ജസ്റ്റിനാണ് പറഞ്ഞത്. മൈക്രോബയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയില്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേലായുധന്റെ ജീവിത പങ്കാളി ബന്ധപ്പെട്ട മക്കളൊന്നുമില്ല. പാലക്കാട് ഓടിയെത്തിയതാണ്. അഭിലാഷൻ 2 ദിവസം സ്കൂളിൽ നിന്നാണ് അഭിലാഷിന്റെ കുഞ്ഞിന്റെ അസുഖമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. ലതീഷ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒത്തിരി കഷ്ടപ്പെടുന്ന 2 പേരുണ്ട്. അതാണ് ഒന്ന് ഞങ്ങളുടെ ജിജിയുടെ പട്ടമാണ്. ഞാൻ പറഞ്ഞത് ജിജി കൂടി വരാമോ, എവിടെയെങ്കിലും ഇവിടെ വരാമോ, രാത്രി പകലില്ലാതെ. അതുപോലെ ഞങ്ങളുടെ റീമ ഇവിടെയുണ്ടോ? റീമ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഞങ്ങൾ പ്രാഥമികയും കുടുംബത്തെയും മോട്ടിവേഷൻ ചെയ്തു. ഇവിടെ 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞു മാത്രമേ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 5 വയസ്സിൽ താഴെ മരണമടഞ്ഞു. അത് ഞങ്ങൾ പ്രാഥമികയും മോട്ടിവേഷൻ. പൂങ്കോട് പള്ളിയിലെ കാരുണ്യ 2023 ജൂലൈ 26 കുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ പുത്രനായിട്ട് അനുഭവം തന്റെ കുഞ്ഞ് മരണമടഞ്ഞത് അധികമായിട്ട് ഇതിൽ ആ കുടുംബത്തിലേക്ക് ഓടിയെത്തി ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇതിൽ പങ്കുചേർന്ന് അവർ 2 ദിവസമായിട്ട് അവർ നമ്മൾക്ക് ഉറങ്ങിയിട്ടില്ല. അതുപോലെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു കാര്യം എന്തുകൊണ്ടാണ്
ഇവിടേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഉള്ളിൽ കരുതലാണ്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇനി ജീവിക്കണോ അതോ എന്താ ചെയ്യേണ്ടത് അങ്ങനെയാണ് അച്ഛനെ പരിചയപ്പെടുന്നത്. ഇവിടെ വന്ന് ഇവിടെ ഈ കുടുംബം വന്നിട്ട് കുടുംബം പോലെയാണ് ജീവിച്ചത്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണയും എല്ലാം ഇവിടെ നിന്ന് കിട്ടി. ആ സ്നേഹമൊക്കെ എന്തൊരു ഇപ്പോഴും അച്ഛൻ വരുന്നുണ്ട്. ഇപ്പോഴും അച്ഛൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആദ്യം അച്ഛനെയാണ് വിളിക്കുന്നത്. അത് എനിക്ക് സാധിച്ചു കിട്ടുന്നതിന് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇറങ്ങേണ്ട സമയം വൈകി. 2 വർഷമായിരുന്നു അഭിയുടെ പിതാവ് അഭിപ്രായം നിലയിൽ നമ്മൾ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട സമയമാണെന്ന് വളരെ പുതിയ ആഘോഷമായി. ഈ കുടുംബത്തിന്റെ ഇത് പിതാവിന്റെ വീടാണ്. പിതാവാണ് ഇത് സ്ഥാപിച്ചത്. പിതാവാണ് ഇതിനെ 2016 സ്ഥാപനത്തിന്. പിതാവിനെ ഞങ്ങൾ സ്നേഹത്തോടെ ഒരു ഒക്കെ നൽകുകയാണ്. ഒരു ഷോ നൽകുന്നു. ഒക്കെ കൊടുക്കാം. ഈ മഹത്തായ ശുശ്രൂഷ ഇവിടെ കഷ്ടപ്പെട്ടുള്ള ആള് ഒരുപക്ഷെ ചേച്ചികളുടെ കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കാര്യം നടക്കാതെ തികവൊന്നും അഭ്യന്തരതാവിനെ കൂടെ ആദരങ്ങളോടെ ചേച്ചി നന്ദി. പ്രിയപ്പെട്ട സഹോദരൻ, ചങ്ങനാശ്ശേരി ശുശ്രൂഷയ്ക്ക് പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സഹയാത്രികനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചർക്കാലച്ചനെ ഒരു ഷോ ആഗ്രഹിക്കുന്നു. കൂടുതലും എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഒരു കോൺഗ്രിഗേഷൻ മുഴുവൻ പറഞ്ഞു വിട്ട് എവിടേക്ക് രാത്രിയോ പകലിൽ രാത്രിയുമായി 14 സിസ്റ്റേഴ്സ് ഈ ഹൗസിലുണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെ ഇത് കഷ്ടപ്പെടുകയാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി. നിങ്ങൾ പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാകുക. ആ സമയത്ത് പരിപാടിക്കുക. ബാക്കി എല്ലാം റെഡി ആയിക്കൊള്ളുക. പ്രത്യേകിച്ച് കാലത്ത് മറ്റു പോകാനുള്ള റെഡി ആയിക്കൊള്ളുക. ഇന്ന് അധ്യാപകത്തിനാണ്. എല്ലാ അധ്യാപകർക്കും അധ്യാപകത്തിൽ നമ്മളുടെ അധ്യാപകരുണ്ടാകുന്നുണ്ടോ? ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറ്, അതിരൂപത പ്രസിഡന്റ് വിനോദ്, അതിരൂപത പ്രസിഡന്റ് ചേച്ചി, എല്ലാവർക്കും സംഘാടകർക്ക് എല്ലാവർക്കും നേതൃത്വത്തിലുള്ളവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് ടീമുള്ളവർക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ രോഗികളായ മക്കളുടെയും പേരില്, ഞങ്ങളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ പേരില്, ഈ ഭവനത്തിന്റെ പേരില്, ഞങ്ങൾ ഇവിടെയുള്ള ബോർഡ് മെമ്പേഴ്സിന്റെ പേരില്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫിൽസാറിന്റെ പേരില്, ഞങ്ങൾക്ക് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ടീക്കറിന്റെ പേരില്, ബ്രദറിന്റെ പേരിലൊക്കെ ഞങ്ങൾ എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർ ഹൗസ് പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയും. സോ നമുക്ക് ഇവിടെ